ഹായ് ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫോറക്സ് മാർക്കറ്റിലെ മേജർ കറൻസിയായ യൂറോ USD, GBP USD, ഗോൾഡ് എന്നിവയുടെ മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ്, ഡെയിലി ബയേഴ്സ് എന്തൊക്കെയാണ്, ഇന്ന് മാർക്കറ്റ് എങ്ങോട്ടാണ് പോകാനുള്ള സാധ്യത എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ അസർ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ട്രേഡറെ സംബന്ധിച്ച് മാർക്കറ്റിലോട്ട് വരുന്നതിനേക്കാൾ മുന്നേ, ആസ് പെർ ഫോറക്സ് മാർക്കറ്റിൽ വരുന്നതിനേക്കാൾ മുന്നേ ഏറ്റവും പ്രധാനമായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം, ഇന്നും ഫോറക്സ് മാർക്കറ്റിൽ എന്തെല്ലാം ന്യൂസുകൾ വരാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫോറക്സ് ഫാക്ടർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ന് നമുക്കുള്ളത് ജനുവരി 5-ാം തീയതി 8:30 രാത്രി 8:30 USD എന്തുണ്ട്, ISM മാനുഫാക്ചറിംഗ് PMI എന്ന് പറയുന്ന ന്യൂസ് വരുന്നുണ്ട്. 8:30 എന്ത് ചെയ്യുന്നത്, ന്യൂസ് വരുന്നത്. സോ ആ 8:30 ന്യൂസ് വരുന്നത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് വേണം നിങ്ങളുടെ ഒരു ഡേ ട്രേഡിങ്ങിനെ അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, ഇറങ്ങിപ്പോരുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിന് ശേഷം എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യാം. ഒരു ഹൈ ഇമ്പാക്ട് ന്യൂസ് ആണ്, ചിലപ്പോൾ മൂവ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും. അപ്പൊ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ ട്രേഡിങ്ങിനെ മാനേജ് ചെയ്യാൻ. ഇനി നമ്മുടെ മേജർ കറൻസി ആയിട്ടുള്ള യൂറോ USD പോകുന്ന സമയത്ത്, അറ്റ് പ്രസന്റ് യൂറോ USD നോക്കുന്ന സമയത്ത് ലാസ്റ്റ് ഒരു ബിയറിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ നിലവിലെ നമ്മുടെ ഹൈ എന്ന് പറയുന്ന ഇതാണ്. ഇനി മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് കയറി വന്ന് ഈ ഏരിയയിലോട്ടൊക്കെ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു സെൽ ട്രേഡ് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പുഷ് ചെയ്യാവുന്നതാണ്. ഇതാണ് യൂറോസ്റ്റിൽ നമ്മൾ ഇന്ന് നോക്കുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ കറൻസി പെയർ ആയിട്ടുള്ള GBP നോക്കുന്ന സമയത്ത് ലാസ്റ്റ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചറൽ ബ്രേക്ക് എന്ന് പറയുന്നത് ഇതാണ്. താഴത്തോട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്ട്രക്ചറൽ ബ്രേക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നിലവിലത്തെ ഹൈ ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിലും നമുക്ക് എന്തുണ്ട്, പുഷ് ചെയ്യാവുന്നതാണ്. ഒരു സെൽ ട്രേഡ് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പുഷ് ചെയ്യാവുന്നതാണ്. ഇതാണ് GBP നമുക്ക് നോക്കാൻ സാധിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മേജർ കറൻസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഗോൾഡിലോട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് ഒരു സെൽ ട്രേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഇവിടുന്ന് ഒരു സെൽ ട്രേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആ ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് റിയാക്ട് ചെയ്ത്, കറക്റ്റ് ആ ഏരിയയിൽ നിന്നാണ് എന്ത് ചെയ്ത് മാർക്കറ്റ് റിയാക്ട് ചെയ്തത്. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ട്, ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഒരു 1:8 അടുത്ത് പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു 1:4 ഒക്കെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റിയുള്ളത്, ക്യാച്ച് ചെയ്യാൻ പറ്റിയുള്ളത്. എന്നാൽ ആ ഏരിയനെ മാർക്കറ്റ് എന്ത് ചെയ്ത് റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഏരിയനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഏരിയനെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിലവില് ഇപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും സ്ട്രോങ് ആയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇനി മാർക്കറ്റ് സപ്പോസ് ഈ ഒരു ഏരിയയിലോട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു കിടിലൻ എൻട്രി നോക്കാവുന്നതാണ്. കാരണം ഒരുപാട് ലിക്വിഡിറ്റീസ് പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ഏരിയയിലോട്ട് മാർക്കറ്റ് വന്ന് 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 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു ബൈ ട്രേഡ് എന്ത് ചെയ്യാവുന്നതാണ്, പുഷ് ചെയ്യാവുന്നതാണ്. ഇനി 1 മിനിറ്റിലോട്ട് നോക്കുന്ന സമയത്ത് ഇപ്പോ ഏഷ്യൻ സെഷൻ ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമേ ആയിട്ടുള്ളൂ. ആഫ്റ്റർ ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ലോ ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയുന്നത്, ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് മൺഡേ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ വൈസ് ആയിട്ട് മാത്രം ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കുക. നിങ്ങളുടെ ട്രേഡിങ്ങിന് എന്ത് ചെയ്യുക, നിങ്ങൾ വളരെ സേഫ് ആയിട്ട് ചെയ്യുക. നിങ്ങളുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.